കഴിഞ്ഞൊരു 5 വർഷമായിട്ട് കാണുന്നൊരു സ്റ്റൈലാണ് നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ മെയിൻലി ഒരു 35 ഇയേഴ്സ് നടുക്കുള്ള ആൾക്കാർ എല്ലാവരും രാജ്യം വിട്ട് യൂറോപ്പ്, അമേരിക്ക, UK അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലോട്ട് മാറുന്നത്. എന്താണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം? ഒന്ന്, ക്വാളിറ്റി ഓഫ് ലൈഫ്. ഈ പറയുന്നൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാതെ വരുന്നു. രണ്ടാമത്, എഡ്യൂക്കേഷൻ്റെ സ്റ്റൈല്, എഡ്യൂക്കേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പല പുറം രാജ്യങ്ങളിലുള്ള ഫെസിലിറ്റീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നിലവാരം കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. 3, ഈ പഠനവും അതുപോലെയുള്ള കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അവിടെ ജീവിക്കുന്ന നിലവാരം അത് നമ്മുടെ നാടിനേക്കാളും കൂടുതലായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം റോക്കറ്റ് സയൻസ് ആണോ ശരിക്കും പറഞ്ഞാൽ? ഒരു നല്ല കെട്ടിടം പണിയാന്ന് പറയുന്നത് റോക്കറ്റ് സയൻസ് ആണോ? അല്ല. നമ്മുടെ നാട്ടിൽ വളരെ നല്ല കെട്ടിടങ്ങളുണ്ട്. പക്ഷേ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അവിടെ ഒന്നും പ്രോപ്പറായിട്ട് സംഭവിക്കുന്നില്ല. നല്ല റോഡുകൾ എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു റോക്കറ്റ് സയൻസിൽ വരുന്നൊരു കാര്യമല്ല. നമ്മുടെ നാട്ടിലെ പല റോഡുകളും നല്ലതുണ്ട്, പക്ഷേ ഭൂരിഭാഗം റോഡുകളും മോശമായി വരിക. സോ നമ്മുടെ യുവാക്കൾ ഒരു 18-20 ആകുമ്പോഴത്തേക്കും തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും നാട് വിട്ട് പോകണം, ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി എന്തെങ്കിലും ചെയ്ത് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയാണ് അവർ വരുന്നത്. സോ അതിനൊരു അവസാനം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വരുന്ന ഇലക്ഷന് നമ്മുടെ സ്ഥാനാർത്ഥികൾ നോക്കി കണ്ടറിഞ്ഞ് വോട്ട് ചെയ്യുക. അവർക്ക് നമ്മുടെ നാടിനെ നല്ലൊരു നിലയിലോട്ട് നല്ല നിലവാരം ഉയർത്താനായിട്ട് സാധിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക.